കോഴിക്കോട് വൻ MDMA വേട്ട. 236 ഗ്രാം MDMA-യുമായി മാത്തോട്ടം സ്വദേശി മുഹമ്മദ് ഡാൻസ് സാഫിന്റെ പിടിയിലായി. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ഗോകുൽ, ഈ 230 ഗ്രാം എന്നാൽ വലിയ അളവിലുള്ള MDMA ആണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഗോകുൽ? സ്മിത, അർജിത്ത്, ഇന്നലെ രാത്രിയാണ് മാത്തോട്ടം സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് ഫായിസ്, മുഹമ്മദ് സഹദ് എന്നിവർ വലിയ രീതിയിലുള്ള MDMA ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച് വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിച്ചത്. ഇവർ നേരത്തെ തന്നെ ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്ന ആളുകളായിരുന്നു. ഇതിൽ മുഹമ്മദ് സഹദ് എന്ന് പറയുന്ന വ്യക്തി നേരത്തെ തന്നെ MDMA വിൽപ്പന നടത്തിയതിന്റെ പേരിൽ ഡൽഹിയിൽ 1.5 വർഷത്തോളം ശിക്ഷയൊക്കെ അനുഭവിച്ചിരുന്നു. അതിനാൽ തന്നെ പോലീസിന്റെയും ഡാൻസ് ഓഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ. ഓണം വിപണി ലക്ഷ്യമാക്കിയായിരുന്നു ഇത്തരത്തിൽ MDMA എത്തിച്ചത് എന്നാണ് പോലീസും ഡാൻസ് ഓഫും നൽകുന്ന വിവരം. ഇന്നലെ രാത്രി മാത്തോട്ടം വിജിത്ത് തിയേറ്ററിന് സമീപത്ത് വെച്ചിട്ട് MDMA വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഡാൻസ് ഓഫും പോലീസും ചേർന്ന് ഇവരിൽ ഒരാളെ പിടികൂടുന്നത്. മുഹമ്മദ് സഹദിനെയാണ് പിടികൂടിയത്. മറ്റേയാളെ പിടികൂടാൻ ശ്രമിക്കുന്ന സമയത്ത്, മുഹമ്മദ് ഫായിസിനെ പിടികൂടാൻ ശ്രമിക്കുന്ന സമയത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നു. നീണ്ടനാൾ ഇവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് പോലീസ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവരിൽ ഒരാളെ പിടികൂടിയിട്ടുള്ളത്. മറ്റേയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ബേപ്പൂർ പോലീസ് ആയിരുന്നു ഇവരെ പിടികൂടിയിട്ടുള്ളത്. സ്മിത, രജിത്ത്. ഗോകുൽ, ഇവർ മുൻപും ഇങ്ങനെ കച്ചവടം നടത്തിയിട്ടുണ്ട് എന്ന് ഉള്ള ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത്? സ്മിത, അങ്ങനെ തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുഹമ്മദ് സഹദ് ഡൽഹി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന്റെ പേരിൽ 1.5 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 2 മാസത്തോളം ഡാൻസ് ഓഫിന്റെയും പോലീസിന്റെയും നിരീക്ഷണത്തിലായിരുന്നു ഇവർ. ബാംഗ്ലൂരിൽ നിന്നും ഇവർ വലിയ അളവിൽ കാറിലായിരുന്നു MDMA എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർ രാത്രി മുഴുനീളെ ഇവർക്ക് വേണ്ടി കാത്തുനിന്ന് വലവിരിച്ചതിന് ശേഷമായിരുന്നു പിടിയിലായത്. നേരത്തെ തന്നെ പല ആളുകളുമായിട്ടും ഇവർ ബന്ധപ്പെടുന്നുണ്ട്. ബേപ്പൂര്, പന്നിയങ്കര, മാത്തോട്ടം, മാങ്കാവ് എന്നീ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തുന്നതിൽ പ്രധാനികൾ ഇവരാണ് എന്ന ഒരു അറിവ് അല്ലെങ്കിൽ ഒരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഏറെ നാൾ കാത്തിരുന്നതിന് ശേഷം ഇവരെ പിടികൂടാൻ വേണ്ടി വലവിരിക്കുകയും അതിൽ ഒരാളെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തത്. രണ്ടുപേരെയും ഇന്നലെ പോലീസിനെ കണ്ട സമയത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് മുഹമ്മദ് സഹദ് പിടിയിലായത്. മുഹമ്മദ് ഫായിസിനെ ഇതുവരെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ് പോലീസ് അറിയിക്കുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്.